കർത്താവിനെ ശ്രദ്ധിക്കുന്നു. അതുപോലെ മനോഹരമായ ഗാനങ്ങൾ പാടി കർത്താവ് പാസ്റ്റർ ജസ്റ്റിൻ രാജിനെ ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. രാവിലെ വചനം നൽകുന്ന നമ്മുടെ ഗ്രൂപ്പിൽ അനേക പ്രാവശ്യം വചനം നൽകി അനുഗ്രഹ കർത്താവാണ് പാസ്റ്റർ അലക്സാണ്ടർ തോമസ് തിരുവല്ല. ആമേൻ. പ്രേസ് സെന്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററാണ്. ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി വളരെ വിശ്വാസം നൽകുന്ന ബൈബിൾ ടീച്ചറെ നന്നായി കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രതിദാസനാണ്. അവർ കർത്താദാസെ വളരെ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. രാവിലെ ജോലി നന്ദിയുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തെ സൂക്ഷിക്കാൻ കർത്താദാസനെ സ്വാഗതം ചെയ്ത് പാസ്റ്റർ അലക്സാണ്ടർ തോമസ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കൃതദാസൻ പാസ്റ്റർ വർഗീസ് ബേബി പാസ്റ്റർ കുടുംബം, ഈ പ്രത്യേക ഈ പ്രയർ ഗ്രൂപ്പിന് അതിന്റെ എക്സിക്യൂട്ടീവ് നേതൃത്വം നൽകുന്ന മറ്റു പ്രിയപ്പെട്ടവര്, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച ആത്മീയ ശുശ്രൂഷയ്ക്ക് സഹായമായിരുന്ന ഗായക സംഘം പ്രിയപ്പെട്ടവര്, ഇത് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്തൃഭൃത്യന്മാര്, അതുപോലെ ദൈവമക്കള്, സഹോദരി സഹോദരന്മാര്, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിലുള്ളതായ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടി, ഒരു പുതിയ ദിനം കൂടി ദൈവം നമുക്ക് തന്നു. ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതിയ ദിനത്തില് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ദാസനോടുള്ളതായ പ്രത്യേകം മറ്റു പ്രിയപ്പെട്ടവരുടെ പ്രത്യേകം വന്ദനവും നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവാക്യം നാം വായിക്കുന്നതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം താഴോട്ടാണ് നാം ഇന്ന് ചിന്തിക്കുന്ന. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. പക്ഷേ ടൈം എത്ര മണി വരെ ഒന്ന് സൂചിപ്പിക്കുക? എത്ര മണി വരെ സമയം? 6:15 നിർത്തണം. ഒരു 6:10 ഒരാൾക്ക് വായിക്കാം. ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചാൽ 27-ാം അധ്യായത്തിന്റെ 22-ാം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിലല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. മതി, മുന്നോട്ട് നാം അത് ചിന്തിക്കാൻ പോവുകയാണ്. പുതിയ പുസ്തകങ്ങളിലെ 27 പുസ്തകങ്ങളിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. 28 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1 മുതൽ 12 വരെ അധ്യായങ്ങളില് യെരൂശലേം സഭയുടെ നേതൃത്വത്തിലും പ്രത്യേക അപ്പോസ്തലനായ പത്രോസിന്റെ നേതൃത്വത്തിലും ശുശ്രൂഷകൾ മുന്നോട്ട് വരികയായിരുന്നു. എന്നാൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളില് അന്തോക്യ സഭയുടെ നേതൃത്വത്തിലും അതുപോലെ ധന്യനായ പൗലോസിന്റെ നേതൃത്വത്തിലും സുവിശേഷീകരണം അല്ലെങ്കിൽ സഭാ സ്ഥാപനം മുന്നോട്ട് പോവുകയായിരുന്നു. ഈ പുസ്തകത്തെ വിവിധ രീതിയിൽ നമുക്ക് പഠിക്കാം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് രണ്ട് പ്രാവശ്യം എനിക്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. സഭാ വളർച്ച അനുസരിച്ച് ഈ പുസ്തകത്തെ നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സഭാ വളർച്ച, യെരൂശലേമിലുള്ള സഭാ വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 8-ാം അധ്യായത്തിൽ ശമരിയയിലുള്ളതായ സഭാ വളർച്ച, ശമരിയയിൽ ഫിലിപ്പോസ് കടന്നുപോയി സഭ സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം 9-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ കാണുന്നു യഹൂദിയയില്, ഗലാത്യയില്, അതുപോലെ യെരൂശലേമില് ഇവിടെല്ലാം സഭ വളർന്നതായി കാണുവാൻ സാധിക്കുന്നു. 10-ാം അധ്യായത്തിൽ കൈസരിയയിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസും കൂടെയുള്ളവരും കടന്നു ചെന്ന് കൊർന്നല്യോസിന്റെ മാനസാന്തരവും സഭ സ്ഥാപിച്ചതായി സഭ സ്ഥാപിച്ചതായി കാണുവാൻ സാധിക്കുന്നു. 11-ാം അധ്യായത്തിൽ അന്തോക്യയിലെ സഭ വളർച്ചയാണ്. അന്തോക്യയിലെ സഭ തുടങ്ങിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് അപ്പോസ്തലന്മാരല്ലായിരുന്നു. അന്തോക്യയിലെ സഭ തിരഞ്ഞെടുക്കപ്പെട്ട 7 മൂപ്പന്മാരിൽ ഒരാളല്ലായിരുന്നു. പറഞ്ഞ 6 വർഷമായി, ഏകദേശം 6 വർഷമായി സ്തേഫാനോസിന്റെ മരണത്തോടുകൂടി അതോടുകൂടി തുടങ്ങിയതായ ആ പീഡകളിൽ, ഉപദ്രവങ്ങളിൽ ചിതറിപ്പോയവരായിരുന്നു അന്തോക്യ സഭയുടെ മുഖ്യ പ്രവർത്തകരെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ പേര് പറയാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ദൈവം അവരെ ശക്തമായി ഉപയോഗിച്ചെന്ന് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം സഭാ വളർച്ച ഏഷ്യ മൈനറിൽ നമുക്ക് കാണുവാൻ പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയാണ്. 13-14 അധ്യായങ്ങൾ പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയാണ്.
മിശ്രയാത്രയിൽ ഏഷ്യ ഗലാത്യ ദേശങ്ങളിലുള്ളതായ സഭ വളർച്ച കാണുവാൻ സാധിക്കും. 15-ാം അധ്യായത്തിൽ യെരുശലേം സഭ കൗൺസിലാണ്. പ്രത്യേക വിഷയത്തിന് വേണ്ടി യെരുശലേം സഭ കൗൺസിൽ കൂടി അവിടെ എടുത്ത തീരുമാനങ്ങൾ നമുക്കറിയാം. 16, 17, 18 അധ്യായങ്ങളിൽ സഭ വളർച്ച യൂറോപ്പിലാണ്. യൂറോപ്പിൽ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭകള് ഒന്നാമത്തെ ഫിലിപ്പിയ സഭ, അതിനുശേഷം തെസ്സലോനിക്ക സഭ, അതിനുശേഷം ബെരോവയിലെ സഭ, അതിനുശേഷം ഏതൻസിലെ സഭ, അതിനുശേഷം 18-ാം അധ്യായത്തിൽ കൊരിന്തില്, അതിനുശേഷം പൗലോസ് എഫെസോസിൽ വന്ന് മടങ്ങി യെരുശലേമിൽ വരികയും വീണ്ടും 3-ാം മിഷണറി യാത്രയിൽ താൻ എഫെസോസിൽ പാർക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തന്റെ റോം യാത്ര, റോമിലുള്ളതായ സഭയെ ആ വികസനത്തെ കുറിച്ചാണ് കാണുവാൻ സഹഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 27-ാം അധ്യായം വായിക്കുന്നുണ്ട്. പൗലോസിന്റെ കപ്പൽ യാത്ര, പൗലോസും തന്റെ കൂടെയുള്ളവരുടെ കപ്പൽ യാത്രയാണ്. കപ്പൽ യാത്രയിൽ വന്ന പ്രതിസന്ധികളുടെ നടുവില് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നിന്നപ്പോൾ ദൈവം അവരെ എങ്ങനെ ബലപ്പെടുത്തുന്നു എന്ന 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ തവണ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം, അതായത് എഫെസോസിലുള്ള 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തന്റെ ആഗ്രഹമായിരുന്നു തനിക്ക് യെരുശലേമിൽ പോകണമെന്ന്. ഒരു വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കുമ്പോൾ അത് റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് അത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് മുന്നോട്ട് പോയി 20-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മ പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. തന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാം തനിക്ക് യെരുശലേമിൽ പോകണം, അവിടെയുള്ള മൂപ്പന്മാരെ കാണണം, അവിടെയുള്ളവരോട് സാക്ഷ്യം പറയണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ താന് വിജാതീയ സഭകളിൽ നിന്ന് ശേഖരിച്ച ധനം കൊടുത്ത് കൈമാറി ഉറപ്പുവരുത്തണമെന്ന് താൻ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ താൻ സ്പെയിനിലേക്ക് അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ റോമിലുള്ളവരെ കാണണമെന്ന് തന്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് താൻ തീരുമാനമെടുത്ത സമയം പോലെ റോമർക്ക് കത്തെഴുതുമ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരാടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. യാത്രയ്ക്ക് തീരുമാനമെടുത്തോണ്ട് എന്തെല്ലാം ഞാൻ നേരിടാൻ പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇവിടെ തനിക്ക് ഈ യാത്രയിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ തന്നെ വിലക്കുന്നുണ്ട്. യെരുശലേമിൽ പോകരുത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് തന്നെ വിലക്കിയത് സോറിൽ താന് 7 ദിവസം പാർത്തു. അതിന്റെ 21-ാം അധ്യായത്തിലൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് 7 ദിവസം പാർത്തപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്ത് യെരുശലേമിലേക്ക് പോകരുത്. ശ്രദ്ധിച്ചു നോക്കണം. സോറിലുള്ള വിശ്വാസികൾ അതിന്റെ 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ പൗലോസ് 7 ദിവസം അവിടെ പാർത്തപ്പോൾ അവിടെയുള്ള പ്രിയപ്പെട്ട പൗലോസിനോട് ആത്മാവിൽ പ്രേരിതരായി പറഞ്ഞു, യെരുശലേമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ആലോചന കറക്റ്റാണ്, നിങ്ങളുടെ ആലോചന ദൈവഹിത പ്രകാരമാണ്, നിങ്ങൾ പറഞ്ഞ ആലോചന അത് ശരി തന്നെയാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പൗലോസ് ഒരുപക്ഷെ അവിടെ പറഞ്ഞില്ലെങ്കിലും പൗലോസിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അവിടുന്ന് യാത്ര ചെയ്ത് കൈസരിയെ വന്നപ്പോൾ നമുക്കറിയാം, ഫിലിപ്പോസ് ശമരിയയിൽ സുവിശേഷീകരണം നടത്തി ചെയ്ത ഫിലിപ്പോസ് കൈസരിയിൽ വന്ന് പാർക്കുന്നു. അവിടെ തന്റെ പ്രവചിക്കുന്ന പുത്രിമാരുണ്ടായിരുന്നു. അവർ തീർച്ചയായിട്ടും ആലോചന പറഞ്ഞു കാണും. യെരുശലേമിൽ വന്ന പ്രവാചകൻ അഗബോസ് പറഞ്ഞു, തന്റെ അരക്കച്ച കെട്ടിയിട്ട് അതിന്റെ 10-ാം വാക്യം പോലെ വായിക്കാൻ കൂടെ സാധിക്കും. നിങ്ങൾ വായിച്ചാൽ മതി ഭവനത്തിൽ ഇരുന്ന്. അങ്ങനെ അവിടെയും പരിശുദ്ധാത്മാവ് തന്നെ അല്ലെങ്കിൽ പ്രവാചകൻ തന്നെ വിലക്കി പോകരുതെന്ന് പറഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് 14-ാം വാക്യത്തിൽ തന്നോട് കൂടെ യാത്ര ചെയ്ത സഹോദരന്മാര് പറഞ്ഞു, അവനെ അതിന്റെ 14-ാം വാക്യത്തിലുണ്ട്, അവനെ സമ്മതിച്ചുകൂടാകിയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടാതെയിരുന്നു. പിന്നെ ദൂതോടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളില് വിശ്വാസത്തിന് വേണ്ടി, ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി വേർതിരിഞ്ഞപ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ്, ദൈവിക പ്രേരണ തിരിച്ചറിഞ്ഞ് വേർതിരിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, നിന്നെ ഞങ്ങൾ സഹായിക്കത്തില്ല, നിന്നോട് കൂടെ ഉണ്ടാകില്ല, എന്ത് വന്നാലും നീ തന്നെ നേരിട്ടോണം, എന്ത് വന്നാലും നീ തന്നെ അത് അഭിമുഖീകരിച്ചണമെന്ന് പലരും പറഞ്ഞപ്പോൾ, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായി, ദൈവത്തിന്റെ ആത്മാവിൽ ബന്ധിതരായി, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയ്ക്ക് വില കൊടുത്ത് ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളുടെ വലിയൊരു ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിലും അതിന്റെ നടുവിൽ
ഇന്ന് വരെ നമ്മെ ജയകരമായി നടത്തിയ ഒരു ദൈവമുണ്ട്. ആമേൻ. ഇവിടെ ദൈവഗീതം തിരിച്ചറിയുക. നമുക്ക് പലപ്പോഴും പല വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷേ പൗലോസ് ഈ യാത്ര അല്ലെങ്കിൽ യാത്ര തുടരണ്ടായിരുന്നില്ല, പൗലോസ് ഈ യാത്രയ്ക്ക് മുതിരണ്ടായിരുന്നല്ലോ, പല മിഷണറി യാത്ര ചെയ്യാമായിരുന്നല്ലോ, പല പുസ്തകങ്ങൾ എഴുതാമായിരുന്നല്ലോ, പല ലേഖനങ്ങൾ എഴുതാമായിരുന്നു പലരും ചോദിക്കാറുണ്ട്. ഇന്ന് രാത്രി പറയുക, പലപ്പോഴും നമ്മുടെ വിചാരങ്ങള് നമ്മുടെ ചിന്തകൾ പലതാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വേണ്ടി വില കൊടുത്തു നിന്നപ്പോൾ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ മുന്നോട്ട് നയിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഭക്തൻ പറയും, സഹോദരന്മാരെ നിങ്ങൾ ശരിയാണ്. ഭക്തൻ പറയും, പ്രവചിച്ച പ്രവാചിമാരെ നിങ്ങൾ ശരിയാണ്. ഭക്തൻ പറയും, അഗബോസെ നിങ്ങൾ ശരിയാണ്. യാത്ര ചെയ്ത ലൂക്കോസ് വരെ പറഞ്ഞു കാണും നമുക്ക് ഈ യാത്രയെ അവസാനിപ്പിക്കാന്ന്. പൗലോസ് നിങ്ങളുടെ ദൂതുകൾ ശരിയാണ്, നിങ്ങളുടെ ആലോചനകൾ ശരിയാണ്, നിങ്ങളുടെ വചനം ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണെങ്കിലും ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ തക്കോണം സാധിക്കും? കഴിഞ്ഞ ദിനങ്ങളില് അനേക ദൂതുകൾ കേട്ടു, ആലോചനകൾ കേട്ടു, ദൈവവചനം കേട്ടു. അതിന്റെ നടുവില് ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവീയ സത്യങ്ങൾക്ക് വേണ്ടി കാൽച്ചുവടുകൾ എടുത്തപ്പോൾ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കഷ്ടങ്ങളുടെ നടുവിലും നഷ്ടങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കാൻ കഴിവ് തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്താട്ട് ഈ ഡിസംബർ മാസത്തിന്റെ 18-ാം ദിവസം എത്തിയിരിക്കുമ്പോൾ നമുക്ക് പറയാം, ഇന്നുവരെയും എന്റെ ജീവനോടെ കഷ്ടങ്ങളുടെ നടുവില്, നഷ്ടങ്ങളുടെ നടുവില്, പ്രതിസന്ധികളുടെ നടുവില്, പ്രതികൂലങ്ങളുടെ നടുവില്, ബുദ്ധിമുട്ടുകളുടെ നടുവില്, പരിമിതികളുടെ നടുവില്, ഒരുപക്ഷെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞതിന്റെ നടുവിലും ജയത്തോടെ നടത്തിയ ദൈവത്തിന് കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. താൻ യാത്ര യെരൂശലേമിൽ ചെന്നു. തനിക്ക് ചെയ്യാൻ അവിടെ ചെന്ന ആ ഭാഗങ്ങൾ വിശദീകരിക്കാൻ സഭയിൽ മൂപ്പന്മാർ പറഞ്ഞു, വിജാതിയിൽ നിന്ന് അനേകർ വന്നത് സത്യം. നീ നോക്ക്, യഹൂദഗണത്തിൽ നിന്നും അനേകർ വന്നത് സത്യം തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ അപേക്ഷ മൂപ്പന്മാർ അപേക്ഷിച്ചു. അവിടെ ചില ചടങ്ങുകളുടെ ആശീർവാദം അനുസരിക്കുന്ന ചിലർക്ക് വേണ്ടിയുള്ള ചെലവ് ചെയ്യാൻ പറഞ്ഞ് താൻ അത് ചെയ്തു കഴിഞ്ഞു. ഏകദേശം 12 ദിവസത്തോളം താൻ അവിടെ ആകേണ്ടി വന്നു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അതിനുശേഷം ഉണ്ടായ സമയത്ത് അവിടെയുള്ള ചിലര് ദൈവാലയം അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണത്തിനെതിരായി അവൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പരിച്ഛേദന ആചരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ പൗലോസിനെ ചങ്ങല ധരിപ്പിക്കുകയും അല്ലെങ്കിൽ പൗലോസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അവിടെയാണ് 22-ാം അധ്യായം പോലെ തുടങ്ങിയാണ്. 22-ാം അധ്യായത്തിൽ താന് ജനത്തിന്റെ മുമ്പാകെ സംസാരിക്കുകയാണ്. യെരൂശലേമിലുള്ള കോട്ടയിൽ നിന്നുകൊണ്ട് താൻ ജനത്തിന്റെ മുമ്പ് സംസാരിക്കുകയാണ്. തന്റെ സാക്ഷ്യം ആദ്യമായിട്ട് അവിടെ വിസ്തരിക്കുകയാണ്. 23-ാം അധ്യായത്തിൽ ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ താൻ സംസാരിക്കുകയാണ്. 71 മെമ്പേഴ്സ് ഉള്ളതായ ന്യായാധിപ സംഘത്തിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘത്തിന്റെ മുമ്പിൽ താൻ സംസാരിക്കുന്നു. അതിനുശേഷം ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ നിന്ന് 24-ാം അധ്യായത്തിൽ കൈസരിയിലുള്ള ഫെലിക്സ് എന്ന് പറയുന്നതായ ഗവർണറുടെ മുന്നിൽ താൻ സംസാരിക്കുന്നു. 24-ാം അധ്യായത്തിൽ ഫെലിക്സ്, അന്നത്തെ ഗവർണർ ആയിരുന്നു ഫെലിക്സ്, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മുന്നിൽ താൻ സംസാരിക്കുന്നു. അദ്ദേഹം ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ദ്രവ്യം ഊഹിച്ചത് കൊണ്ട് പൗലോസിനെ 2 വർഷം കൈസരിയിലുള്ള ജയിലിൽ ആക്കി വെച്ച് 2 വർഷം തനിക്ക് അവിടെ കിടക്കേണ്ടി വന്നു. പല പ്രാവശ്യം ഫെലിക്സ് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാല് ഒരു പ്രാവശ്യം കേട്ടതിന് ശേഷം താൻ പറഞ്ഞു, ഇനി നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. 2 വർഷം തന്നെ ജയിലിൽ അവിടുത്തെ കാരാഗ്രഹത്തിലാക്കിയായിരുന്നു. 25-ാം അധ്യായത്തിൽ ഫെലിക്സ് മാറിയതിനു ശേഷം ഫെസ്തോസ് എന്ന് പറഞ്ഞ പുതിയ ഗവർണർ വന്നു. പുതിയ ഗവർണറുടെ മുന്നിൽ താൻ തനിക്ക് കൊടുത്തതായ ദർശനം പറഞ്ഞു. അതിനുശേഷം 26-ാം അധ്യായത്തിൽ ഫെസ്തോസും അഗ്രിപ്പ രാജാവും, യഹൂദയിലെ രാജാവായിരുന്നു അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്ന രണ്ടാവും കൂടി പറയും. 22-ാം അധ്യായത്തിൽ ജനത്തിന്റെ മുമ്പ്, 23-ാം അധ്യായത്തിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ, 24-ാം അധ്യായത്തിൽ ഗവർണറായിരുന്ന ഫെലിക്സിന്റെ മുന്നിൽ, 25-ാം അധ്യായത്തിൽ അടുത്ത ഗവർണറായിരുന്ന ഫെസ്തോസിന്റെ മുന്നിൽ, 26-ാം അധ്യായത്തില് അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ തന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഫെസ്തോസ് എന്ന് പറയുന്ന ഗവർണർ തന്നെ വിമോചിതനാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും താൻ കൈസരെ അഭയം ചെല്ലിയതിനാല് തന്നെ അവിടെ വിമോചിതനാക്കിയാൽ അവിടുന്ന് കത്ത് കൊടുത്ത് തന്നെ റോമിലേക്ക് അയക്കുന്ന ചരിത്രമാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് തന്റെ കപ്പൽ യാത്ര ഇവിടെ ആരംഭിക്കുന്നത്? നിങ്ങൾ ആ ഭാവമൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും പെട്ടെന്ന് ആ ഭാഗത്തിന്റെ 1-ാം ഭാഗമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ
എത്രയോ കഷ്ടങ്ങൾ താൻ നേരിട്ടു. ഓരോ ഭാഗങ്ങൾ വായിക്കാൻ സമയം എടുക്കുന്നില്ല. കഷ്ടങ്ങൾ നേരിട്ടു, നഷ്ടങ്ങൾ നേരിട്ടു, ആശ കൈവിട്ടുപോയി. അവിടെ ഒരു വാക്യം, അവിടെ അതിന്റെ 27 അധ്യായത്തിൽ 8 വായിക്കുന്നില്ല, 12 അതിന്റെ 13 വാക്യമൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ആഗ്രഹം സാധിച്ചു എന്ന് പോലും ചിന്തിച്ചപ്പോൾ അറിയാത്ത മേഖലയിൽ നിന്ന് വിവിധമായ കാറ്റുകൾ തന്നെ നേരിട്ടു. ഞാൻ പറഞ്ഞു അതിന്റെ ഭാഗത്ത് മുന്നോട്ട് പോകട്ടെ. ഇന്ന് എന്റെ വചനം കേൾക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവീയ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പ്രകാരം, ദൈവീയ പദ്ധതി പ്രകാരം, നമ്മുടെ കംഫോർട്ട് സോണുകൾ മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച്, നാം ആഗ്രഹിച്ച മറ്റൊരു രീതിയിൽ പോകേണ്ടത് മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയും, ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അതിന്റെ നടുവിൽ നമുക്ക് പറയാം, എനിക്ക് നല്ല കംഫോർട്ട് സോൺ ഉണ്ടായിരുന്നു, മറ്റൊരു രീതിയിൽ എനിക്ക് ആകാമായിരുന്നു. എന്റെ സഹോദരങ്ങള്, എന്റെ ചാർച്ചക്കാര്, എന്നോട് കൂടെ ഉള്ളവർ പറഞ്ഞു, നീ എടുക്കുന്ന തീരുമാനം തെറ്റാണ്, മറ്റൊരു രീതിയിൽ നിനക്ക് ഒരു കംഫോർട്ട് സോണിൽ നല്ലൊരു സ്ഥലത്ത് വേണേ പാർക്കാമായിരുന്നു, നല്ലൊരു മേഖലയിൽ പാർക്കാമായിരുന്നു. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില ദൈവദാസന്മാര്, തകർന്നിരിക്കുന്ന ഹൃദയങ്ങള്, ചില ദൈവമക്കള്, തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ കാര്യം സാധിച്ചു, ചിലത് സാധിക്കാൻ വേണ്ടി ശാന്തമായി പോയി, ചില തീരുമാനങ്ങൾ എടുത്തു, ചിലത് കിട്ടിയെന്ന് കയ്യെത്താ ദൂരത്തെത്തിയെങ്കിലും അതിന്റെ നടുവിലും, പല പ്രതിസന്ധിയുടെ നടുവിലും തകർന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഞാൻ പറയാൻ ഗുണമാഗ്രഹിക്കുന്ന, കുഞ്ഞെ തകർന്നിട്ടില്ല, എല്ലാം അവസാനിച്ചിട്ടില്ല, എല്ലാം തീർന്നിട്ടില്ല. നീ ദൈവഹിതത്തിന് വേണ്ടി, ദൈവ പദ്ധതിക്ക് വേണ്ടി, ആലോചനയ്ക്ക് വേണ്ടി നിന്നെങ്കിൽ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഭാഗത്ത് നിങ്ങൾ 12-22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. നിങ്ങൾ സാവാസ ഭവനത്തിൽ നിന്ന് വായിക്കുമ്പോൾ സമയപരിമിതികൾ നമുക്ക് ഉണ്ടാകപ്പെട്ടതുകൊണ്ട് ഇതിനകത്ത് പൗലോസ്, അല്ലെങ്കിൽ ദൈവം പൗലോസിനെ ധൈര്യപ്പെടുത്തുന്ന 5-6 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യമാണ് 22-ാം വാക്യം നാം വായിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും, ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ഇവിടെ ഇരിക്കും, നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. ചില വിഷയങ്ങൾ കയ്യെത്താ ദൂരത്ത് വരെ നമുക്ക് ലഭിച്ചു, ചിലത് ലഭിച്ചു എന്ന് തോന്നി, ചിലത് കയ്യിൽ കിട്ടിയെന്ന് തോന്നി, ചിലത് എത്തിപ്പിടിച്ചു എന്ന് തോന്നി, എല്ലാം ശരിയായി തോന്നി, എല്ലാം സമാധാനത്തിലേക്ക് നയിക്കുവാന്ന് തോന്നി. ഇവിടെ എല്ലാം പലപ്പോഴും പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ആശ കൈവിട്ടു പോയിട്ടുണ്ട്, തലമുറകളുടെ വിഷയത്തിൽ ചിലപ്പോൾ ഭാരപ്പെട്ടിട്ടുണ്ട്, ശുശ്രൂഷയുടെ മേഖലയിൽ ചിലപ്പോൾ ഭാരപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടുവിൽ അധൈര്യപ്പെട്ടു പോകാൻ 1-ാമത്തെ വചനം, 1-ാമത്തെ ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിക്കും. 22-ാം വാക്യം. പൗലോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് വന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യപ്പെട്ടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട 1-ാമത്തെ ആലോചന, അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നാം അറിഞ്ഞിരിക്കുന്ന 1-ാമത്തെ സത്യം, നാം ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ധൈര്യപ്പെടുക. നാം കേട്ടതും, നാം കാണാൻ പഠിച്ചതും, നാം ചിന്തിച്ചതും, നാം പ്രസംഗിച്ചതുമായ എത്രയോ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ട്. ആ വചനത്തിൽ നാം എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. ഇന്നത്തെ 1-ാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. അധൈര്യപ്പെട്ട ജീവിതമേ, അധൈര്യപ്പെട്ടിരിക്കുന്ന ദൈവദാസ, അധൈര്യപ്പെട്ടിരിക്കുന്ന കുടുംബമേ, തകർന്നു എന്ന് വിചാരിക്കുന്ന കുടുംബമേ, എല്ലാ ഭാവിയും തീർന്നു, ആശ കൈവിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുമേ, ഇല്ല ദൈവമല്ലേ, നിങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിന്റെ വചനത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ആശ വെക്കുക. തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ഹൃദയം തകർന്നു പോകരുത്. അതിന്റെ നടുവിൽ ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ പൗലോസ് അവനോട് ആഹ്വാനം ചെയ്യാണ്. പൗലോസ് നേരത്തെ അവനോട് പറഞ്ഞു, ഈ യാത്രയ്ക്ക് നാം മുതിരരുത്. നമ്മള് മുതിരെന്നൊക്കെ പറഞ്ഞപ്പോൾ കപ്പിത്താനും അല്ലെങ്കിൽ കപ്പൽ ഉടമയും ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്കാണ് വില കൊടുത്തത്. മൈനോറിറ്റിക്ക് അല്ലെങ്കിൽ വില കൊടുത്തില്ല, പൗലോസിന്റെ വാക്കിന് വില കൊടുത്തില്ല. അവർ യാത്ര തിരിച്ചെങ്കിലും ഇതെല്ലാം സംഭവിച്ചെങ്കിലും പൗലോസ് അവരോട് പറയുന്നതാണ് ധൈര്യപ്പെട്ടിരിക്കുക. 2-ാമത്തെ ചിന്ത അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. എന്റെ 21-ാം വാക്യത്തിൽ എന്റെ ഉടയവനും, അവിടെ 21-ാം വാക്യത്തിൽ എന്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. സ്തോത്രം. ഇതുപോലെ ഇത് പ്രഭാതത്തിൽ ഓർക്കുക, പൗലോസ്
ദൈവത്തിന്റെ വാചനത്തിന്മേൽ മുറുകെ പിടിച്ചു, ദൈവത്തിന്റെ ആലോചനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയാണ്, സഹോദരന്മാരെ, ധൈര്യം കൈവിട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തകർന്നു പോകരുത്, അതിലിയ ഭാരപ്പെട്ടു പോകരുത്, ധൈര്യപ്പെട്ടിരിക്കുക. അടുത്ത ദേവനസ് പറയാണ്, ദൈവത്തിന്റെ വാചനത്തില്, ദൈവത്തിന്റെ ആലോചനയിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താ പറയുന്നത്? തെളിമന്തി എന്ന് വെച്ചാൽ പൗലോസ് പറയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് ആലോചന പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ എത്ര പേർക്ക് മനസ്സിലാക്കാണ്? തകർച്ചയുടെ നടുവില്, പ്രതിസന്ധിയുടെ നടുവില്, ബുദ്ധിമുട്ടുകളുടെ നടുവില് ശാന്തമായി വന്ന ദൈവത്തിന്റെ വചനമല്ലയോ ഇതുവരെ നമ്മെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിനെ ചോദിച്ചത്, എത്ര ദർശനം ഇവിടെ വരെ ദർശനങ്ങൾ പ്രാപിച്ചത്? ഡെമസ്കോസിന്റെ പടിവാതിൽ വെച്ച് തനിക്ക് ദർശനം ലഭിച്ചു. ആമേൻ. ത്രോവാസിൽ വെച്ച് തനിക്കൊരു ദർശനം ലഭിച്ചു. 2 വഴിയിലേക്ക് തിരിയാൻ ആഗ്രഹിച്ചു. 2 വഴിയിലും പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി, ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ വിലക്കി. 16-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലുണ്ട്. അവിടെ ദർശനം ലഭിച്ചു. യൂറോപ്പിലേക്ക് കടന്നു പോവാൻ കൊരിന്തിൽ പാർത്തപ്പോൾ തനിക്കൊരു ദർശനം ലഭിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? കൊരിന്തിൽ കുറച്ചു നാൾ പാർക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തനിക്ക് അവിടുന്ന് പോകുമെന്ന് തോന്നിയപ്പോൾ പൗലോസ് ദൈവത്തിന്റെ ദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. അതിന് 18-ാം അധ്യായത്തിലുണ്ട്. അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നു, നീ മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കണം, നിന്നെ ആരും കയ്യേറ്റം ചെയ്യത്തില്ല, ഞാൻ നിന്നോടുകൂടെയുണ്ട്. 5-ാമത്തെ വാഗ്ദത്തമാണ് ഏറ്റവും വലുത്. ഈ പട്ടണത്തിൽ എനിക്കൊരു കൂട്ടം ജനമുണ്ട്. പൗലോസ് ആഗ്രഹിച്ചു. ഇന്ന് വരെ താൻ സഞ്ചരിച്ച പട്ടണത്തിൽ ഏറ്റവും അധികം ജനത്തെ കണ്ടത് കൊരിന്തിലാണ്. ഏറ്റവും അധികം പാപത്തിൽ മുഴുകിക്കിടന്ന ജനം കൊരിന്തിലായിരുന്നു. പൗലോസ് ആഗ്രഹിച്ചു, എനിക്ക് കുറച്ചു നാളോടുകൂടെ പാർക്കണം. ഇന്ന് രാത്രി, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരിതയാൽ പറയട്ടെ, എനിക്ക് സ്ഥലം വിട്ടു പോകണം, ഈ ശുശ്രൂഷ വിട്ടു പോകണം, എനിക്ക് മതിയായ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ ഇല്ല. ആ പട്ടണത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ പട്ടണത്തിൽ ഒരു ദൈവീയ വേല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതുപോലെ എത്ര പേര് ധൈര്യപ്പെടുന്നു ദൈവത്തിന്റെ വാചനത്തിനായി കാത്തുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവവചനം കേട്ടപ്പോൾ പ്രായം പറഞ്ഞ് ഒരു ചിന്ത, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും അവർക്ക് ലഭിച്ചില്ല. അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്ന യേശു അവരുടെ അടുത്ത് ചെന്നപ്പോൾ യോഹന്നാന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. യോഹന്നാൻ പറയാണ്, ഈ പത്രോസിനോട് നീ യേശു ആണെന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും? ജീവിത യാത്രയിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും? തകർച്ചയുടെ നടുവില്, പ്രതിസന്ധിയുടെ നടുവില്, നഷ്ടങ്ങളുടെ നടുവില്, കഷ്ടങ്ങളുടെ നടുവില്, എല്ലാം പ്രതികൂലമാകുന്നതിന്റെ നടുവില് ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയണം. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. യോഹന്നാൻ പറഞ്ഞു, ഇത് മറ്റാരുമല്ല, ഇത് യേശുവാണെന്ന്. 3-ാമത്തെ ചിന്ത പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, ധൈര്യപ്പെടാൻ പറഞ്ഞു. 2, ദൈവത്തിന്റെ വചനത്തിനായി കാത്തിരിക്കാൻ പറഞ്ഞു. 3, അതിന് 24-ാം വാക്യത്തിൽ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. 24-ാം വാക്യത്തിലുണ്ട്, പൗലോസ് പറയുന്നത്, പൗലോസ് ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്ത് നോക്കണം. അവിടുത്തെ കാര്യം പൗലോസിനോട് പറയാണ്, നോക്ക, നീ വാഗ്ദത്തത്തെ മുറുകെ പിടിക്ക. നിന്നോട് കൈസരുടെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൈസരുടെ മുന്നിൽ നിർത്തും. ഇന്ന് രാത്രി, ഇന്നത്തെ പ്രഭാതത്തിൽ പറഞ്ഞാട്ട് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം അത് നിവർത്തീകരിക്കപ്പെടും. ദൈവം എന്നോട് പറഞ്ഞ ആലോചന നിവർത്തിക്കപ്പെടും. കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങൾ, അതിന്റെ നടുവില് എന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ അവൻ ശക്തൻ തന്നെയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇത് പ്രഭാതത്തിൽ അധൈര്യപ്പെട്ടു പോകരുത്, പ്രഭാതത്തിൽ ക്ഷീണിച്ചു പോകരുത്. പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വചനത്തിനായി വില കൊടുക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. പെട്ടെന്ന് 2 പോയിന്റോട് പറഞ്ഞ് നിർത്തിയാണ്. 29-ാം വാക്യത്തിൽ പൗലോസും അവരുടെ കൂടെയുള്ള പറഞ്ഞു, നേരം പുലരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നേരം മറ്റൊരു ദിവസം വരാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചാട്ട് ദൈവങ്ങളെ, ഒരു ദിവസം തീർന്നിട്ട്, നമ്മൾ സാധാരണ പറയും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ആമേൻ. ഒരു മഴയും തോരാതിരുന്നിട്ടെന്ന് പറയുന്ന പോലെ ഒരു രാത്രി കൊണ്ട് കാര്യം തീർന്നില്ല, ഒരാഴ്ച കൊണ്ട് കാര്യം തീർന്നില്ല, ഒരു ദിവസം കൊണ്ട് കാര്യം തീർന്നില്ല. പുതിയൊരു ദിനം നിങ്ങൾക്ക് തരും, പുതിയൊരു ശുശ്രൂഷ തരും, പുതിയൊരു അനുഭവം തരാൻ പോവാണ്, വിടുതലുകൾ തരാൻ പോവാണ്. നേരം പുലരാൻ വേണ്ടി അവർ കാത്തിരുന്നു. നല്ലൊരു ദിനം എനിക്ക് തരാൻ പോവുകയാണ്, നല്ലൊരു ദിനം എന്റെ തലമുറയ്ക്ക് തരാൻ പോവുകയാണ്. സ്തോത്രം. പറഞ്ഞ് നിർത്തുകയാണ്. അത് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇനി ഭൗതിക ആഹാരം കഴിപ്പാൻ, ആമേൻ, ഒരു ബലം പ്രാപിക്കുക, ഭൗതിക ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് അതിനുശേഷം അതിന്റെ അടുത്ത പോയിന്റ് നിങ്ങളുടെ ഭാരങ്ങളെ കുറയ്ക്കാൻ പറഞ്ഞു. ഇത് അലക്സാണ്ട്രിയ കപ്പലാണ്. അലക്സാണ്ട്രിയ കപ്പൽ ഈജിപ്തിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവരുന്ന റോമിലേക്ക് പോകുന്ന കപ്പലായിരുന്നു അവർ യാത്ര ചെയ്യുന്നത്. ഭാരം കുറയ്ക്കാൻ പറഞ്ഞു.
അതുപോലെ ടെൻഷനുകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ മാറട്ടെ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ബന്ധനായി നിന്റെ തീരുമാനത്തിനപ്പുറമായി ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, കുഞ്ഞെ ഭാരപ്പെടരുത്, നീ ധൈര്യപ്പെട്ടു. ഇതിനായിട്ട് ഒറ്റ വാക്കുകൾ പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞല്ലോ, നമുക്കേലും ഒരു ദ്വീപിൽ മുട്ടേണ്ടതായിട്ടുണ്ട്, നമുക്കൊന്ന് മുട്ടി വീഴേണ്ടതായിട്ടുണ്ട്. ദൈവമല്ലേ നിന്നെ ആദ്യം കൊണ്ട് മുട്ടിച്ചത് ദൈവമായിട്ടാണ്. നിന്നെ നായകനുമായിട്ട് മുട്ടിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്നെ മുട്ടിച്ചെങ്കിൽ, ശുശ്രൂഷയായിട്ട് മുന്നിൽ മുട്ടിച്ചെങ്കിൽ, ശുശ്രൂഷ മധ്യത്തിൽ ചില വ്യക്തികളുമായിട്ട് നിന്നെ കൂട്ടിമുട്ടിച്ചെങ്കിൽ, ശുശ്രൂഷ മധ്യത്തിൽ ചില സഭകളുമായിട്ട് നിന്നെ കൂട്ടിമുട്ടിച്ചെങ്കിൽ, ശുശ്രൂഷ മധ്യത്തിൽ ചില പ്രസ്ഥാനങ്ങളുമായിട്ട് നിന്നെ കൂട്ടിമുട്ടിച്ചെങ്കിൽ, ദൈവത്തെ ഭാരപ്പെടരുത്, വിശ്വസിച്ചാട്ട് നിന്നെ ചിലപ്പോൾ വ്യക്തികളുമായിട്ട് കൂട്ടിമുട്ടിക്കും. ചില തലമുറയെ ചില പ്രസ്ഥാനങ്ങളുമായിട്ട് സ്ഥാപനങ്ങളുമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏറ്റവും ധൈര്യപ്പെടുന്ന വേണ്ടതാണ് കൂട്ടിമുട്ടിക്കുന്നത്. നമുക്കും തട്ടി വീഴേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞ അടിപ്രഭാതത്തിൽ എന്റെ ദൈവമായിട്ട് എന്നെ കൂട്ടിമുട്ടിച്ചു, എന്റെ കർത്താവുമായിട്ട് എന്നെ കൂട്ടിമുട്ടിച്ചു, എന്നെ പരിശുദ്ധാത്മാവായിട്ട് എന്നെ കൂട്ടിമുട്ടിച്ചു, ദൈവത്തിന്റെ വചനവുമായിട്ട് എന്നെ കൂട്ടിമുട്ടിച്ചു. അവിടെ ഞാൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹം. ഇവർ ചെന്നുപെട്ടത് എവിടാന്നറിയാമോ? മെലിത്തിയിലാണ്. ആ ഭാഗം നിങ്ങൾ ഓർത്തുകൊണ്ട് വായിച്ച 28-ാം അധ്യായത്തിൽ അവർ ചെന്നുപെട്ടത് മെലിത്തിയിലാണ്. അവിടെ 3 സവിശേഷ. ഒന്ന്, അവിടെയുള്ള ബെർബറന്മാർ അസാധാരണമായ കൃപമാണ്. നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുത്തോണം. ജീവിതത്തെ ശോധന ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ കണ്ടുമുട്ടിയ വ്യക്തികള് ഒരിക്കലും ദയ കാണിക്കാത്തവര്, നിന്നോട് അസാധാരണമായ ദയ കാണിച്ച, പഠിപ്പില്ലാത്തവര്, അറിവില്ലാത്തവര്, അക്ഷരാഭ്യാസം ഇല്ലാത്തവര്, അവിടെ യാത്രയ്ക്ക് വേണ്ടിയത് അവർ ഒരുക്കി കൊടുത്തു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാണ്. അവരാൽ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, രോഗസൗഖ്യം നടന്നിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. ഇന്ന് എന്റെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുഞ്ഞി ആ ധൈര്യപ്പെട്ടു പോകരുത്. 2, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുക. 3, ദൈവത്തിന്റെ വാക്യത്തെ മുറുകെ പിടിക്കുക. 4, പുതിയൊരു ദിനത്തിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. പുതിയൊരു ദിനത്തിന് വേണ്ടി കാത്തിരിക്കുക. തീർന്നിട്ടില്ല സഹോദര, തീർന്നിട്ടില്ല ദൈവദാസ, തീർന്നിട്ടില്ല ആൻറ്റി. മുന്നോട്ട് യാത്രയുണ്ട്. തലമുറയുടെ ഭാവി ഒതുങ്ങിയിട്ടില്ല, തീർന്നിട്ടില്ല. നിന്നെ ചിലവോട്ട് കൂട്ടിമുട്ടിക്കും, ചില തട്ടി വീഴും. ദൈവമായിട്ട് കൂട്ടിമുട്ടിച്ചതിനാൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ചില നിങ്ങളോട് അസാധാരണമായ ദയ കാണിക്കും. ചില നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്, ചില നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി തരാൻ ദൈവം ശക്തനാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൈവം നടത്തും. ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതായത് കർദാസിനോടും കുടുംബത്തോടും മറ്റു പ്രിയപ്പെട്ട നന്ദിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.